ഈ കൈനറ്റിക്സിൻ്റെ ഒരു സെക്കൻഡ് പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം എല്ലാവരും നോക്കിയായിരുന്നല്ലോ, മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സെക്കൻഡ് പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. Two blocks are joined by an inextensible string as shown in the figure. If the system is released from rest, determine the velocity of block after it has moved 2 meters. Assume the coefficient of friction between the block and the plane is 0.25. The pulley is weightless and frictionless. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. രണ്ട് ബോഡി, രണ്ടിൻ്റെ മാസ് തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, മാസാണ് തന്നിരിക്കുന്നത്. ഞാൻ പറയാൻ കാര്യം, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തപ്പോൾ ഒരു 750 ന്യൂട്ടണോ എന്തുവായിരുന്നു തന്നിരുന്നത്. അത് നമ്മൾ ചെയ്യാൻ നേരത്തെ 9.81 വെച്ച് ഡിവൈഡ് ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? അതായത് ഇത് വെയിറ്റ് ആയിരുന്നു ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇനി പ്രോബ്ലം ചെയ്യേണ്ടപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വെയിറ്റ് ആണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ അതിനെ 9.81 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് വേണം പ്രോബ്ലം സോൾവ് ചെയ്യാൻ, കേട്ടല്ലോ. കാരണം നമ്മൾ അപ്പുറത്ത് എഴുതിയപ്പം MA × AA F = MA × AA എഴുതിയപ്പോഴായിരുന്നു ഈ MAയുടെ സ്ഥാനത്ത് നമ്മൾ 750/9.81 × ആക്സിലറേഷൻ എന്നായിരുന്നു ചെയ്തിരുന്നത്. ലാസ്റ്റ് പ്രോബ്ലം നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെ ന്യൂട്ടൺ, അതായത് വെയിറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ 9.81 വെച്ച് ഡിവൈഡ് ചെയ്യണം, അതായത് മാസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം ഇതാണ് തന്നിരിക്കുന്ന ഫിഗർ, അതിനെ നമ്മൾ എടുത്തു വരച്ചിരിക്കുകയാണ്. ഇങ്ങനെ മാറ്റി എന്താണ് സ്ട്രിങ് ക്വസ്റ്റ്യന് കണ്ടോ, ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് എന്നാണ്, അതായത് സെയിം സ്ട്രിങ് ആണ്. ഇതിന് എക്സ്റ്റൻഷൻ ഒന്നും സംഭവിക്കത്തില്ല, അതായത് ഈ ബോഡി താഴേക്ക് പോയാലും ഒന്നും എക്സ്റ്റൻഷൻ സംഭവിക്കത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും ഈ ടെൻഷൻ സെയിം ആയിരിക്കുമെന്ന്. ഇപ്പം ഈ ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ രണ്ട് ബോഡി നോക്ക്, രണ്ട് ബോഡിയും സെയിം ആയിട്ടുള്ള സ്ട്രിങ്ങിൽ തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ, അതായത് ഒരു സ്ട്രിങ് മാത്രമേ ഉള്ളൂ ഇത് ഫുള്ള്. ഈ കേസിൽ ആദ്യം നമുക്കിങ്ങനെ എഴുതാം, ലെറ്റ് T ബി ദ ടെൻഷൻ എന്ന് എഴുതാം. ദെൻ XA = XB, അതുപോലെ തന്നെ AA = AB ആയിരിക്കും. അതായത് എക്സും ബിയും അറിയാലോ, ഡിസ്പ്ലേസ്മെന്റ് ആണ് എക്സ്, എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. ഇങ്ങനെ സെയിം സ്ട്രിങ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് രണ്ടും സെയിം ആയിരിക്കും. XA = XB, അതുപോലെ തന്നെ ആക്സിലറേഷനും സെയിം ആയിരിക്കും, AA = AB ആയിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ചില പ്രോബ്ലംസിൽ, ഇനി നമ്മൾ വരുന്ന ചില പ്രോബ്ലംസിൽ ഈ സെയിം സ്ട്രിങ് ആയിരിക്കത്തില്ല, ഇതിന് വേറൊരു അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിനോടെ ഒക്കെ എക്സ്ട്രാ കാണും. അവിടെ അപ്പോൾ ഈ കേസ് ആയിരിക്കത്തില്ല നമ്മൾ എടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സെയിം സ്ട്രിങ് തന്നെയാണെങ്കിൽ, അതായത് ഒരു സ്ട്രിങ് തന്നെയാണ് രണ്ടിലും വരുന്നതെങ്കിലാണ് XA = XB, AA = AB വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇവിടെ ബോഡി ഉണ്ട്. ഇത് നമ്മൾ സ്ട്രിങ് താഴേക്ക് പോകുമ്പോൾ ഈ ബോഡിയും റൈറ്റിലേക്കായിരിക്കുമല്ലോ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്, μR. കണ്ടല്ലോ, F = μ × റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടല്ലോ, അതാണിത്. ഇവിടെ ഉള്ളത് റിയാക്ഷൻ ഫോഴ്സാണ് RNA. നമുക്ക് μRNA കൊടുക്കാം. ഈ ബോഡിയുടെ മാസ് ആണ് MA × G. ഓക്കെ, MA × G ആണ് നമ്മൾ മാസ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരുന്നോണം, MA × G ആണ്. ഓക്കെ, ഈ കേസ് ഇതാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമുക്ക് ആ MA ഇവിടെ ഇപ്പോൾ 5 kg ആണോ തന്നിരിക്കുന്നതെന്ന് വെച്ചോ. ഈ 5 kg ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ 5 × 9.81 ഇട്ടാണ് ചെയ്യുന്നത്. ഇനി ഇൻ കേസ് ഇവിടെ 5 kN അല്ലെങ്കിൽ 5 N ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ ചെയ്യുമ്പോൾ 5/9.81 × 9.81 വരും. ഇവിടെ നിങ്ങൾ പ്രോബ്ലത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, തരുന്നതിൻ്റെ യൂണിറ്റ് നിങ്ങൾ നോക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇൻ കേസ് യൂണിറ്റ് തന്നിട്ടില്ലെങ്കിൽ നമുക്കത് kg ആയിട്ട് തന്നെ അസ്യൂം ചെയ്യുക ചെയ്യാം, കാരണം മാസാണ് നമ്മൾ ഇതിൻ്റെ പ്രോബ്ലത്തിലെല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ എടുത്ത് തരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കുന്നത് 5 × 9. അതായത് ഏത് മാസമാണോ തരുന്നത് അതേ × G ചെയ്യണം. ന്യൂട്ടണിലാണ് തരുന്നതെങ്കിൽ അതേ /9.81 × G ചെയ്യണം. അത് നിങ്ങൾ തെറ്റിക്കരുത്, ഓർത്തിരുന്നോണം. ഓക്കെ, ഇപ്പോൾ XA = XB യും AA = AB ആയിരിക്കും. ഇതാണ് ഫിഗർ. പിന്നെ അതിനെ സെപ്പറേറ്റ് വരച്ചിരിക്കുകയാണ് ഇവിടെ.
റിയാക്ഷൻ എയും ബിയും സെപ്പറേറ്റ് കാണിച്ചിരിക്കുകയാണ്. അത് ഫോഴ്സ് എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എയിലൊരു ഡബ്ല്യു താഴോട്ടുണ്ട്, RN ഉണ്ട്, ലെഫ്റ്റിലേക്ക് μRനും, ഇവിടെ ടെൻഷൻ റൈറ്റിലേക്കാണ്, അവിടെ ടിയും ഉണ്ട്. അതായത് ബോഡിയിൽ എവയിലാണ് ടെൻഷൻ. ഓക്കെ, അടുത്ത സെക്കൻഡ് ബോഡി ബി കാണിച്ചിരിക്കുന്നു, അതിൻ്റെ എവേ ടെൻഷൻ ടി, താഴേക്ക് MB × G ഉണ്ട്. ഓക്കെ, ഇത്രയും ഫോഴ്സാണ് ഉള്ളത്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത് കൺസിഡർ മോഷൻ ഓഫ് ബ്ലോക്ക് എ. ഫസ്റ്റ് ബ്ലോക്കിന്റെ മോഷൻ എടുക്കുക. ഇവിടെ നമ്മൾ എന്താണ് ഫോഴ്സ് ഫിസിക്കൽ, അതായത് നെറ്റ് ഫോഴ്സ് നമ്മൾ കഴിഞ്ഞ പ്രവർത്തി ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നെറ്റ് ഫോഴ്സ് ഫിസിക്കൽ ടു മാസ് ഓഫ് ബോഡി എ ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ബോഡി എ. ഓക്കെ, നെറ്റ് ഫോഴ്സ് ഫിസിക്കൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസ് ഓഫ് ബോഡി എ ഇൻറ്റു എന്താണ് ആക്സിലറേഷൻ എ. ഓക്കെ, ഇനി നെറ്റ് ഫോഴ്സ് നോക്കുക. ഫസ്റ്റ് ബോഡി എടുത്ത അതിന്റെ നെറ്റ് ഫോഴ്സ് എന്തൊക്കെയാണുള്ളത്? ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് കേട്ടോ. ഹൊറിസോണ്ടൽ മൂവ്മെന്റ്, കാരണം ഇങ്ങനെയാണ് ഇവിടെ ബോഡിക്ക് മൂവ്മെന്റ് ഉള്ളത്, താഴേക്ക് മൂവ്മെന്റ് ഇല്ല, ഇങ്ങനെയാണ് മൂവ്മെന്റ് ഉള്ളത്. അപ്പം ഈ ഹൊറിസോണ്ടൽ ഫോഴ്സ് മാത്രമേ എടുക്കത്തുള്ളൂ. ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്തൊക്കെയുണ്ട്? ഇതൊക്കെ ടി, നമ്മൾ റൈറ്റിലേക്കുള്ളതെല്ലാം പോസിറ്റീവും ലെഫ്റ്റിലേക്കുള്ളത് നെഗറ്റീവ് ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റിലേക്ക് ടി, ലെഫ്റ്റിലേക്ക് -μRN is equal to mass into acceleration, mass of body A into acceleration of body A. ഒന്നു. ഓക്കെ, നമുക്ക് മ്യൂ ഉണ്ട്. ഇവിടെ നമുക്ക് RN ക്വസ്റ്റ്യൻ എത്രയാണ് തന്നിരിക്കുന്നത്? 200 kg ആണ് തന്നിരിക്കുന്നത് വെയിറ്റ്. ഓക്കെ, ഈ RN തന്നെയാണ് ഇവിടെ MAG. RNA is equal to MAG തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. RNA is equal to MAG ആണ് ഇവിടെ. അപ്പം എന്താണ് ടി നമുക്കില്ല, -μ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.25 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇൻറ്റു RN പകരം MA × G ആണ്, ഈസ് ഈക്വൽ ടു MA × G ഈസ് ഈക്വൽ ടു MA × AA. ഒന്നുകൂടെ എഴുതാം, T minus, which implies T minus 0.25 into mass of body A ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 200 kg. 200 into G 9.81 is equal to mass of body A 200 into acceleration A. ഇതിനെ നമ്മൾ 1 എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആകുമ്പോൾ 200 into 9.81 ആണല്ലോ. ഇൻ കേസ് ഈ ക്വസ്റ്റ്യനിൽ ന്യൂട്ടണിലാണ് തന്നിരുന്നതെങ്കിൽ, ഇവിടെ 200 kg ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് കണ്ടല്ലോ. ഇൻ കേസ് ഇത് 200 kgക്ക് വരെ 200 ന്യൂട്ടൺ ആയിരുന്നെങ്കിൽ ഇവിടെ ഡിവൈഡ് ബൈ 9.81 ഇവിടെ വന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ബാക്കി സോൾവ് ചെയ്യാം. ഓക്കെ, ഇതിനെ 1 എന്ന് വിളിച്ചു. ഇനിയും ബ്ലോക്ക് ബി, കൺസിഡർ മോഷൻ ഓഫ് ബ്ലോക്ക് ബി. ബ്ലോക്ക് ബി എടുക്കുക. ബ്ലോക്ക് ബിയുടെ മോഷൻ എങ്ങനെയാണ്? വെർട്ടിക്കൽ മോഷനാണ്. മുകളിൽ നിന്ന് താഴേക്കാണ് ഇത് ബോഡി മൂവ് ചെയ്യുന്നത്. അപ്പം കൺസിഡർ ഇവിടെ വേണം എഴുതിക്കോ വെർട്ടിക്കൽ മോഷൻ എന്ന്. ഇവിടെ ഹൊറിസോണ്ടൽ ആക്കി കൺഫ്യൂഷൻ വരത്തില്ല. കൺസിഡർ വെർട്ടിക്കൽ മോഷൻ ഓഫ് ബ്ലോക്ക് ബി. ഓക്കെ, ഇവിടെയും സെയിം ഇതുപോലെ തന്നെ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു mass of body B into acceleration of body B, നമ്മുടെ നോർമൽ ഇക്വേഷൻ. ഇനി ഇവിടെ വെർട്ടിക്കൽ മോഷൻ എന്തൊക്കെയുണ്ട്? വെർട്ടിക്കൽ മോഷൻ എന്തൊക്കെയുണ്ട് നോക്ക്. ബോഡി എടുത്താൽ MBG താഴേക്കും T മുകളിലേക്കും ഉണ്ട്. അതായത് MA M of B അല്ലേ സെക്കൻഡ് ബോഡി, MB into G minus T is equal to M of B into acceleration of B. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ഇവിടെ MB ഉണ്ട്. എത്രയാണ്? മാസ് ഓഫ് സെക്കൻഡ് ബോഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്
300 kg. അപ്പോൾ 300 into 9.81 minus t is equal to mass of second body 300 into acceleration of second body. ഇവിടെ ശ്രദ്ധിച്ചോണം, ഇത് നമുക്ക് കെ ജിയിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ. ന്യൂട്ടണിലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെയും ഇവിടെ 9.81 വന്നതിന്, ഇവിടെ 9.81 വന്നതിന്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയുക, ശ്രദ്ധിച്ചോണം. ഇതിനെ നമ്മൾ 2 എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. ഇവിടെ ആക്സിലറേഷൻ ഓഫ് ഫസ്റ്റ് ബോഡി ആയിരുന്നു. നമുക്കറിയാം വി ഹാവ് എന്തുകൊണ്ട് ഈ ആക്സിലറേഷൻ സെയിം തന്നെയാണെന്ന് പറഞ്ഞു. എ ഇസ് ഈക്വൽ ടു എ ബി ഇസ് ഈക്വൽ ടു എ ആണ്, സെയിം ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഇവിടെ 2a വരും. ഇനി നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്, ഇതിൽ നിന്ന് സോൾവ് ചെയ്യാനാണ്. എ സെയിം ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. അതിനായിട്ട് എങ്ങനെ ചെയ്യാം? ഇപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 2 ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്യുകയാണ്. ആഡിങ് 1 and 2, ഇക്വേഷൻ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുകയാണ്. അതായത് അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് തമ്മിൽ 2 ആഡ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് 2 ആഡ് ചെയ്യുക. ലെഫ്റ്റ് വരുമ്പോൾ t മൈനസ് 0.25 into 200 into 9.81 plus 300 into 9.81 minus t is equal to അപ്പുറത്ത് എന്താണ് 200 into a plus 300 into a. ഇത്രയാണ് വരുന്നത്. ഇത് ചെയ്യുമ്പോൾ ഓക്കെ, ഈ ടീം ക്യാൻസലായി പോവും. പിന്നെ ബാക്കി വരുന്നത് ഓക്കെ, നിങ്ങളിത് സോൾവ് ചെയ്താൽ മതി. ഈ ടീം ക്യാൻസലായി പോവും. ബാക്കി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എയുടെ ഒരു വാല്യൂ കിട്ടും. എ ഇസ് ഈക്വൽ ടു 4.905 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ആക്സിലറേഷൻ്റെ യൂണിറ്റ് അറിയാമല്ലോ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് തെറ്റിക്കരുത്, ആൻസർ ചെയ്യുമ്പോൾ അത് എടുത്ത് എഴുതണം. യൂണിറ്റ് ഒരിക്കലും തെറ്റിക്കരുത്. ടീം ക്യാൻസലായിപ്പോയി. എന്നിട്ട് ഇതിനെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ 500 എന്ന് കിട്ടും. സോൾവ് ചെയ്യുമ്പോഴാണ് എയുടെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എ ഉണ്ട്. ഇനി നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, കാരണം വെലോസിറ്റി എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? ക്വസ്റ്റ്യൻ വായിച്ചായിരുന്നല്ലോ. ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? 2 blocks ഡിറ്റർമിൻ ദ വെലോസിറ്റി ഓഫ് ബ്ലോക്ക് ആയിരുന്നു കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് വെലോസിറ്റി, ഇപ്പോൾ ഇൻ കേസ് ഇവിടെ ആക്സിലറേഷൻ ഓഫ് ബ്ലോക്ക് എന്നായിരുന്നെങ്കിൽ ഇവിടെ വരെ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യനിൽ വെലോസിറ്റി ഓഫ് ദി ബ്ലോക്ക് കണ്ടുപിടിക്കാനായതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ ബൈ ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ്, എന്താണ് കൈനമാറ്റിക്സിന് ഇക്വേഷൻസ് വെച്ച് നമുക്ക് വിയും എയും തമ്മിലുള്ള റിലേഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as നമുക്കറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്. ഹിയർ ഇനിഷ്യൽ വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു 0 ആണ്. കാരണം ബോഡി ആദ്യം റെസ്റ്റിലെന്നായിരുന്നു പറഞ്ഞിരുന്നത്, എന്നിട്ടാണ് ആ ബോഡി താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. ദെർഫോർ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 into a into s ആണ്. വി ഹാവ് ഡിസ്പ്ലേസ്മെന്റ് എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? s ഇസ് ഈക്വൽ ടു 2 മീറ്റർ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതാ ഇവിടെ നോക്ക്, ഡിസ്റ്റൻസ് 2 മീറ്ററിന് തന്നിട്ടുണ്ട്. അതായത് എസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ദെർഫോർ വി ഹാവ് എസ് ഇസ് ഈക്വൽ ടു 2 മീറ്റർ. എ നമുക്കുണ്ട്. എ ഇവിടെ കണ്ടുപിടിച്ചു 4.905. എസ് ഇവിടെയുണ്ട്, 2 ഉണ്ട്. അവിടെ നമുക്ക് വി കിട്ടുമല്ലോ, വിച്ച് ഇംപ്ലൈസ് വി. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ വി ഇസ് ഈക്വൽ ടു 4.43 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇതിന്റെ യൂണിറ്റ് തെറ്റിക്കരുത്, മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ്. ആക്സിലറേഷന്റെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇത് തന്നിരുന്ന ഫിഗറിനെ എടുത്തു വരച്ചു. ഓക്കെ, അതിനുള്ള ഫോഴ്സസ് എല്ലാം വരച്ചു. ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്, റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്, അതിന്റെ ഫോഴ്സാണ് μRn. സെയിം ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ. സ്ട്രിങ് ഈ കണ്ടീഷനിലാണ് വരുന്നത് കൊണ്ട്
സെയിം എക്സ് ഐ ഇസ് ഇക്വൽ ടു എക്സ് ബിയും എ ഇസ് ഇക്വൽ ടു എ ബിയും ആയിരിക്കും. ഇത് ഓർത്തിരിക്കുക. അതുകൊണ്ട് ഫസ്റ്റ് ബോഡി എടുത്തു, അതിന്റെ ഫോഴ്സുകൾ ഇസിക്കൽ ടു എം എ ഇൻറ്റു ആക്സിലറേഷൻ ചെയ്തു, ഉള്ള ഫോഴ്സ് കൊടുത്തു, ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി സെക്കൻഡ് ബോഡി എടുത്തു, അവിടെയുള്ള ഫോഴ്സുകൾ കൊടുത്തു, അതിന് ഇക്വേഷൻ കിട്ടി. അതിൻ്റെ 1 and 2 ആഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ സോൾവ് ചെയ്തിട്ട് എ കിട്ടി. പിന്നെ ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സിൽ കൊടുത്തിട്ട് വിയും കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ.